Hello guys, welcome back to my YouTube channel. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടെട്രാസൈക്ലിൻ ആണ്. ടെട്രാസൈക്ലിൻ എന്ന് പറയുമ്പോൾ എന്താ അതൊരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എങ്ങനെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉള്ള നോക്കാമല്ലേ. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എ 20-year-old pregnant woman developed a mild bacterial upper respiratory tract infection. She was given CAP, tetracycline 250 mg thrice daily for 3 days. Answer the following question. First one, comment on the treatment of a mild bacterial infection. Comment on the use of tetracycline in pregnancies. And if it were a severe infection, what would be the choice of antibiotics in the pregnant woman? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ടെട്രാസൈക്ലിൻ ക്ലിനിക്കലി എങ്ങനെയാണ് ചോദിക്കുന്നത്? ഈ ഫാർമക്കോളജിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയഗ്നോസിസ് ഏത് ഡ്രഗാണ് യൂസ് ചെയ്യുന്നത് ഓൾറെഡി തന്നിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, അഡ്വേഴ്സ് എഫക്ട് യൂസസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്യൂമറേറ്റ് ടെട്രാസൈക്ലിൻ ആൻഡ് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ചോദിച്ചിട്ടുണ്ട്, തെറാപ്യൂട്ടിക് യൂസ് ആൻഡ് അഡ്വേഴ്സ് എഫക്ട്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫാർമക്കോളജിയിൽ കൂടുതലായിട്ട് വരുന്നത്. സോ ഇപ്പോൾ ഒരു ഡ്രഗ് പഠിക്കുമ്പോഴും അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, മെക്കാനിസം ഓഫ് ആക്ഷൻ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? അതിൻ്റെ യൂസസ് നമുക്ക് മനസ്സിലാവും. യൂസസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിലി നമുക്ക് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസും എഴുതാൻ പറ്റും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. Tetracycline. Tetracycline is a broad spectrum antibiotic. So, ഈ ടെട്രാസൈക്ലിൻ ഫസ്റ്റ് ഒപ്റ്റെയിൻ ചെയ്ത് എവിടെ നിന്നാണ്? സ്ട്രെപ്റ്റോമൈസിസ് ഓറിഫിഷ്യൻസിൽ നിന്നിട്ടാണ്. സ്ട്രെപ്റ്റോമൈസിൻ വാസ് ഫസ്റ്റ് ഐസൊലേറ്റഡ്, ഫസ്റ്റ് ഒപ്റ്റെയിൻഡ്. ദെൻ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ടെട്രാസൈക്ലിൻ. Tetracycline എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ദി ബാക്ടീരിയ വിൽ ടേക്ക് അപ്പ് ദിസ് ടെട്രാസൈക്ലിൻ ബൈ ദി ആക്റ്റീവ് പ്രോസസ്. സോ ആക്റ്റീവ് പ്രോസസ് വഴി എന്ത് ചെയ്യും? ബാക്ടീരിയ വിൽ ടേക്ക് അപ്പ് ദിസ് ടെട്രാസൈക്ലിൻ ആൻഡ് ദിസ് ടെട്രാസൈക്ലിൻ വൺസ് എൻ്റർ ദി ബാക്ടീരിയ അത് എവിടേക്ക് പോകും? ന്യൂക്ലിയസിലെത്തും. ന്യൂക്ലിയസിൽ ദേ വിൽ ബൈൻഡ് ടു 30S റൈബോസോം സബ് യൂണിറ്റ്. നമുക്കറിയാം ഈ ബാക്ടീരിയാസിൽ 30S റൈബോസോംസും ഉണ്ട്, 50S റൈബോസോംസും ഉണ്ട്. അതർ ദാൻ ഹ്യൂമൻസ് ഈ ബാക്ടീരിയയ്ക്ക് 30S 50S റൈബോസോംസ് ആണുള്ളത്. സോ ദിസ് ടെട്രാസൈക്ലിൻ ഈസ് സ്പെസിഫിക്കലി എഫക്റ്റിംഗ് ബാക്ടീരിയ. അതുകൊണ്ട് തന്നെ ഹ്യൂമൻസിന് ഇതൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. Then this tetracycline will bind to 30S ribosomal subunit, that thus they are selectively toxic to the microorganism, and then they will combat with and prevent binding of tRNA to the A site. ഇവർ 30S റൈബോസോമൽ സബ്യൂണിറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്താ പറ്റുക? ഇവർ A സൈറ്റിൽ പോയിട്ട് tRNA, ശരിക്കും tRNA എവിടെ ബൈൻഡ് ചെയ്യുന്നത്? A സൈറ്റിൽ ബൈൻഡ് ചെയ്തു. എന്നിട്ട് ആ tRNA P സൈറ്റിലേക്ക് മൂവ് ചെയ്യും. അവിടെ അവർ പെപ്റ്റൈഡ് ലിങ്ക് ഉണ്ടാക്കിയിട്ട് പ്രോട്ടീൻ ഡെവലപ്മെൻറ്റ് നടക്കുക. അപ്പോൾ ഇവിടെ ദേ വിൽ കോമ്പാറ്റ്, സെപ്റ്റോമൈസിൻ വിൽ കോമ്പാറ്റ് വിത്ത് ആൻഡ് പ്രിവെൻറ്റ് ബൈൻഡിങ് ഓഫ് tRNA ടു ദി A സൈറ്റ്. ഈ A സൈറ്റിൽ tRNA ബൈൻഡ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഈ tRNA അടുത്ത സ്റ്റേജ് ദാറ്റ് P സൈറ്റിലേക്ക് കൊടുത്തിട്ട് ഇലോങ്ങേഷൻ, പ്രോട്ടീൻ ഡെവലപ്മെൻറ്റിന് സിന്തസിസിന് നടക്കത്തില്ല. ദസ് ഇറ്റ് ഇൻഹിബിറ്റ് ദി പ്രോട്ടീൻ സിന്തസിസ്. And thus this drug is considered as bacteriostatic. Bactericidal അല്ല, കില്ലിംഗ് അല്ലല്ലോ. സോ ബാക്ടീരിയോസിഡൽ അല്ല, ബട്ട് ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്. മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ടെട്രാസൈക്ലിൻ വന്നു. ടെട്രാസൈക്ലിൻ വിൽ ബി ടേക്കൺ അപ്പ് ബൈ ദി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പ്രോസസ് ഇൻ ടു ദി ബാക്ടീരിയ. ആൻഡ് വൈ ഒൺലി ബാക്ടീരിയ? ബിക്കോസ് 30S റൈബോസോംസ് ബാക്ടീരിയയിലാണുള്ളത്, ഹ്യൂമൻസിൽ ഉണ്ടാവില്ല. Thus, they bind to 30S ribosomal subunits in the bacteria. They are selectively toxic to microorganisms and they will combat with and prevent the binding of tRNA to the A site. കാരണം amino acid cannot be added to the growing peptide chain. That is on the P site. Thus, it will inhibit the protein synthesis and this drug remain bacteriostatic. Now, classification of tetracycline. Tetracycline antibiotics are classified into tetracyclines and glycyl cyclines. സോ ഗ്ലൈസൽ സൈക്ലിൻസ് ആൻഡ് ടെട്രാസൈക്ലിൻസ് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ടെട്രാസൈക്ലിൻ നമുക്കറിയാം, നമുക്ക് ഇതെല്ലാം നല്ല പരിചയമുള്ള കോമ്പൗണ്ട്സ് ആണ്, വിച്ച് ഇസ് ഡോക്സിസൈക്ലിൻ, മിനോസൈക്ലിൻ, ടെട്രാസൈക്ലിൻ, ഓക്സി ടെട്രാസൈക്ലിൻ ആൻഡ് ഡെമിക്ലോസൈക്ലിൻ. എല്ലാത്തിൻ്റെയും ലാസ്റ്റ് സൈക്ലിൻ ഉണ്ട്. സോ അങ്ങനെ നമുക്ക് ഓർക്കാം ഈ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് എന്നുള്ളത് ടെട്രാസൈക്ലിൻ്റെ സബ് ഡ്രഗ്സ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ്സിൽപ്പെട്ട ഡ്രഗ്സ് ആണ്. ഏതൊക്കെയാണ്? ഡോക്സിസൈക്ലിൻ, മിനോസൈക്ലിൻ, tetracycline, oxytetracycline and demiclocycline. Then glycyl cycline ക്ലാസ്സിൽപ്പെട്ട ഡ്രഗ് ഏതൊക്കെയാണ്? tigecycline. ഓക്കെ, TIGE, ഓക്കെ, tigecycline. Then resistance to tetracycline. ടെട്രാസൈക്ലിൻ ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണ്. ഇറ്റ് ഈസ് ആക്റ്റീവ് എഗെയിൻസ്റ്റ് ഗ്രാം നെഗറ്റീവ് ആസ് വെൽ ആസ് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം. അതുകൂടാതെ കുറേ പ്രോട്ടോസോവൻസിനോടും അങ്ങനെ കുറേ ഓർഗാനിസത്തിന് ഈ സെയിം ആൻറ്റിബയോട്ടിക് കൊടുക്കാം. ദേ ആർ വെരി ഇഫക്റ്റീവ്. അതുകൊണ്ട് തന്നെ മിക്ക ഓർഗാനിസമും ഇതിനോട് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ത്രൂ ദെയർ പ്ലാസ്മ. സോ ദ റെസിസ്റ്റൻസ് ടു ദി ടെട്രാസൈക്ലിൻ ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ദി പ്ലാസ്മിഡ്. ഓക്കെ, പ്ലാസ്മിഡ്. അപ്പോൾ പ്ലാസ്മിഡ് വഴിയാണ് റെസിസ്റ്റൻസ്
ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് വൺ ഓർഗാനിസം ടു അതർ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ലൈക്ക് ഇൻ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ചിലതൊക്കെ റെസിസ്റ്റൻ്റ് ആയിരിക്കും, ചിലതൊക്കെ റെസിസ്റ്റൻ്റ് ആയിരിക്കില്ല. സോ റെസിസ്റ്റൻ്റ് ആയവർ പ്ലാസ്മിഡ് വഴി എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ ബാക്കിയുള്ള ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസും കൂടെ എന്താവും, റെസിസ്റ്റൻ്റ് ആവും. ദാറ്റ് ഈസ് ദേ ആർ ട്രാൻസ്മിറ്റഡ് ബൈ ദി പ്ലാസ്മിഡ്സ് that contain the gene encoding for the resistance. Then the resistance exhibited as how they exhibit the resistance once they acquire it, by decreasing the uptake or efflux of the antibiotics from the bacteria, by decreasing the uptake. Either they decreases the uptake and efflux, or efflux എന്ന് പറയുന്നത് എന്താ, വൺസ് ദി ആൻറ്റിബയോട്ടിക് നമ്മുടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ, ഗ്രാം നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അവർ ബാക്ടീരിയ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ദാറ്റ് ഈ സൈറ്റോപ്ലാസത്തിലോ അല്ലെങ്കിൽ പെരിയോപ്ലാസത്തിലോ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ കൂടുതലായിട്ടും ഈ ഫ്ലക്സ് പമ്പ് വഴി ആൻറ്റിബയോട്ടിക്സിന് പുറന്തള്ളാറുണ്ട്. ബട്ട് ഇവിടെ റെസിസ്റ്റൻസ് ഉള്ളവരെന്ത് ചെയ്യും, they will decreases the uptake. ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഓൾസോ ഇഫ്ലക്സ് ഓഫ് ദി ആൻറ്റിബയോട്ടിക്സ് ഫ്രം ദി bacterium. Then displacing the tetracycline from the binding site. So they will displaces the tetracycline from the binding site, and also elaborating the enzyme that inactivate the tetracycline. So they will produce many enzymes that will inactivate tetracycline. This is how they exhibit resistance. എങ്ങനെയൊക്കെ they exhibit resistance? By decreasing the uptake or efflux of the antibiotics from the bacteria, and displacing the tetracycline from the binding site, and then elaborating the enzyme that inactivate the tetracycline. ഫാർമക്കോകൈനറ്റിക്സ് ഓഫ് ടെട്രാസൈക്ലിൻ ആണ് ഇനിയും പറയുന്നത്. നോർമലി ഒരു ഡ്രഗിനെ പോലെ തന്നെ ഈ ടെട്രാസൈക്ലിനും ദേ ആർ അബ്സോർബ്ഡ് ഫ്രം ദി ഗട്ട്. ഈ ഡോക്സിസൈക്ലിൻ ആൻഡ് മിനോസൈക്ലിൻ, അതായത് ടെട്രാസൈക്ലിനിൽ പറഞ്ഞ നമുക്കറിയാം ക്ലാസിഫിക്കേഷനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു. ടെട്രാസൈക്ലിൻ ക്ലാസിഫിക്കേഷനകത്ത് ഫസ്റ്റ് പറഞ്ഞ രണ്ട് ഡ്രഗ്, ദാറ്റ് ഈസ് ഡോക്സിസൈക്ലിൻ ആൻഡ് മിനോസൈക്ലിൻ. ഫാർമക്കോകൈനറ്റിക്സ് എടുക്കുമ്പോഴത്തേക്ക് നോർമലി ഓൾ ദി ടെട്രാസൈക്ലിൻസ് ആർ അബ്റ്റൈൻഡ് ഫ്രം ദി ഗട്ട്, അബ്സോർബ്ഡ് ഫ്രം ദി ഗട്ട്. ഇവിടെ ഡോക്സിസൈക്ലിനും മിനോസൈക്ലിനും ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ദേ ഡസ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് ദി ഫുഡ് അതർ ദാൻ ഓൾ അതർ ടെട്രാസൈക്ലിൻ. ഈ ഡോക്സിസൈക്ലിനും മിനോസൈക്ലിനും ദേ ഡസ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് ദി ഫുഡ് ഇൻടേക്ക്. ആൻഡ് ഓൾസോ എല്ലാ ടെട്രാസൈക്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ വിൽ കീലേറ്റ് ദി കാൽഷ്യം. സോ അതുകൊണ്ട് തന്നെ ഡയറി പ്രൊഡക്ട്സിൻ്റെ കൂടെ ടെട്രാസൈക്ലിൻ കോമ്പൗണ്ട് ഡ്രഗ്സ് ഒന്നും കൂടി കഴിക്കാൻ പറ്റില്ല, ബിക്കോസ് ദേ വിൽ കീലേറ്റ് ദി കാൽഷ്യം അയോൺ. ദെൻ once they are absorbed from the gut, tetracyclines, once they are absorbed from the gut, they will enter the enterohepatic circulation. They will enter the enterohepatic circulation. Because of this entry, tetracyclines are having a long time effect. Okay, so once ഇത് ഗട്ടിൽ നിന്ന് അബ്സോർബ് ആയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് പോകും, എൻട്രോഹെപ്പാറ്റിക് സർക്കുലേഷനിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ലോങ് ടൈം ഇഫക്റ്റ് ഈ ഡ്രഗ്സിനൊക്കെ ഉണ്ട്. ആൻഡ് ദേ ആർ എക്സ്ക്രീറ്റഡ് ബൈ ദി കിഡ്നി. ഓക്കെ, എക്സെപ്റ്റ് ഇപ്പോൾ പറഞ്ഞ ആ രണ്ട് ഡ്രഗ്, ഡോക്സിസൈക്ലിനും മിനോസൈക്ലിനും. ഈ ഡോക്സിസൈക്ലിനും മിനോസൈക്ലിനും എങ്ങനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്, ബിക്കോസ് ദേ ഡസ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് ദി ഫുഡ് ഓർ എനിത്തിങ്, ആൻഡ് ദസ് ദേ എക്സ്ക്രീറ്റഡ് ത്രൂ ദി ഡക്റ്റിൽ കൂടെ തന്നെയാണ് ഈ രണ്ട് ഡ്രഗ്സും എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഈ രണ്ട് ഡ്രഗ് അബ്സോർബ് ചെയ്യുന്നതും ഗട്ടിൽ കൂടെ തന്നെയാണ്. ദെൻ ADR, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഓഫ് ടെട്രാസൈക്ലിൻ. ഫസ്റ്റ് ഓഫ് ഓൾ GIT എന്ന അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷനാണ് കൊടുക്കുന്നതെന്ന് നോക്കാം, വിച്ച് ഈസ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഇറിറ്റേഷൻ. ബിക്കോസ് എന്തുകൊണ്ട് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്, ദി ടെട്രാസൈക്ലിൻസ് ആർ അബ്സോർബ്ഡ് ഫ്രം ദി ഗട്ട് ആൻഡ് ഓൾസോ എക്സ്ക്രീറ്റഡ്. സം ഓഫ് ദി ടെട്രാസൈക്ലിൻസ് ആർ എക്സ്ക്രീറ്റഡ് ഫ്രം ദി ഗട്ട്. Thus, they can produce some irritation, such as manifested as epigastric burning, esophageal ulcers, nausea, vomiting and diarrhea. Okay. ഇപ്പോൾ gastrointestinal irritation എന്തൊക്കെയാണ് വരുന്നത്, epigastric burning, esophageal ulcers, nausea, vomiting and diarrhea. Then hepatotoxicity. Hepatotoxicity എന്തുകൊണ്ടാണ് വരുന്നത്, ബിക്കോസ് വൺസ് ദേ അബ്സോർബ്ഡ് ഫ്രം ദി ഗട്ട് ദേ വിൽ ഗോ ഇൻ ടു എൻട്രോഹെപ്പാറ്റിക് സർക്കുലേഷനിലേക്ക് അവർ എൻ്റർ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ കോസ് ഹെപ്പാറ്റോടോക്സിസിറ്റി, ദാറ്റ് ഇസ് ലാർജ് ഡോസ് റിസൾട്ട് ഇൻ ജോണ്ടിസ്, അക്യൂട്ട് ഹെപ്പാറ്റിക് നെക്രോസിസ് ഇൻ പ്രഗ്നൻറ്റ് വുമൻ. ലാർജ് ഡോസ് എന്തുണ്ടാക്കും, ജോണ്ടിസ് ഉണ്ടാക്കും, കൂടാതെ അക്യൂട്ട് ഹെപ്പാറ്റിക് നെക്രോസിസ് ഇൻ ദി പ്രഗ്നൻറ്റ് വുമൻസ്. ദെൻ ഇവർക്ക് റീനൽ ടോക്സിസിറ്റി ഉണ്ട്, ബിക്കോസ് ദേ ആർ എക്സ്ക്രീറ്റഡ് ത്രൂ ദി കിഡ്നി. സോ ഇവർക്ക് റീനൽ ടോക്സിസിറ്റി ഉണ്ട്. ഹയർ ഡോസസ് ആണെങ്കിൽ എന്ത് വെച്ചിട്ട് ഇൻക്രീസസ് ദ ലെവൽ ഓഫ് നൈട്രജൻ ഇൻ ദി കിഡ്നി ഡ്യൂറിങ് എക്സ്ക്രീഷൻ. ദെൻ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെട്രാസൈക്ലിൻസ് എന്ത് ഉണ്ടാക്കും, ഫാൻകോണി സിൻഡ്രോം ഉണ്ടാക്കും. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെട്രാസൈക്ലിൻ വിൽ കോസ് ഫാൻകോണി സിൻഡ്രോംസ് അലോങ് വിത്ത് വോമിറ്റിംഗ്, പോളിയൂറിയ, proteinuria, glycosuria and acidosis. So increased level of nitrogen resulting in renal toxicity. And the outdated tetracycline enduണ്ടാക്കും, they result in Fanconi syndromes along with vomiting, polyuria, proteinuria, glycosuria and acidosis.
Then they have phototoxicity. Phototoxicity എന്ന് പറയുമ്പോൾ എന്താ, എക്സ്പോഷർ ടു സണ്ണിനോട് ഇതിന് കുറച്ച് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ലൈക്ക് സ്കിൻ റിയാക്ഷൻസ് ആൻഡ് ഡെർമറ്റൈറ്റിസ് ഓൺ എക്സ്പോഷർ ടു ദി സൺ ഈസ് പ്രസൻറ്റ് ഇൻ ടെട്രാസൈക്ലിൻ. ടെട്രാസൈക്ലിൻ്റെ ADR ആയിട്ട് പറയാൻ പറ്റും. ഓൺ എക്സ്പോഷർ ടു ദി സൺ ഫോട്ടോടോക്സിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ഇഫക്റ്റ് ഓൺ ടീത്ത് ആൻഡ് ബോൺസ്. വാട്ട് ആർ ഇറ്റ്സ് ഇഫക്റ്റ് ഓൺ ടീത്ത് ആൻഡ് ബോൺസ്? ടീത്ത് ആൻഡ് ബോൺസിലാണെന്നുണ്ടെങ്കിൽ ടെട്രാസൈക്ലിൻ വിൽ കീലേറ്റ് കാൽഷ്യം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ടെട്രാസൈക്ലിൻ കോമ്പൗണ്ട്സ് എല്ലാ ടെട്രാസൈക്ലിൻ ഡ്രഗ്സും കാൽഷ്യം അയോണിനെ കീലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറ്ററി പ്രൊഡക്ട്സിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. സോ ആസ് ദേ കീലേറ്റ് കാൽഷ്യം ദേ ഹാവ് ഇഫക്റ്റ് ഓൺ ടീത്ത് ആൻഡ് ബോൺ. ബോണിലും ടീത്തിലൊക്കെ കാൽഷ്യം ആണല്ലോ ഉള്ളത്. സോ ഇത് കാൽഷ്യത്തിനെ കീലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ദേ ഹാവ് ഇഫക്റ്റ് ഓൺ ബോൺ ആൻഡ് ടീത്ത്. ആൻഡ് ആസ് വെൽ ആസ് ദേ ആർ ടെറട്ടോജനിക്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ടൈമിൽ ടെട്രാസൈക്ലിൻസ് ആർ നോട്ട് ഗിവൺ ബിക്കോസ് ദേ ആർ ടെറട്ടോജനിക്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ സീൽ ലിംബിൻ്റെ ഒക്കെ കാര്യം. ദെൻ supra ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താ, the interstitial floras are extensively suppressed by the tetracyclines. ഇൻഡസ്ട്രിയൽ ഫ്ലോറാസ് ഒക്കെ എക്സ്റ്റെൻസീവ്ലി സപ്രസ്ഡ് ടെട്രാസൈക്ലിൻസ് ആയതുകൊണ്ട് തന്നെ ഫ്ലോറാസ് ഇല്ലെങ്കിൽ എന്ത് പറ്റും, അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണല്ലോ. സൂപ്ര ഇൻഫെക്ഷൻസ് ഉണ്ടായി. ദെൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ലോക്കലായിട്ട് എന്തൊക്കെയുണ്ട്, ത്രോംബോഫ്ലെബൈറ്റിസ് ഉണ്ടാക്കുന്നുണ്ട്. വൺസ് ദേ ആർ ഗിവൺ ആസ് IV ദേ കോസസ് ത്രോംബോഫ്ലെബൈറ്റിസ്. ദെൻ സ്യൂഡോട്യൂമർ സെറിബ്രി എന്ന് പറയുമ്പോൾ എന്താ, ഇൻക്രീസ്ഡ് ഇൻട്രാക്രീനിയൽ പ്രഷർ ഇൻ ദി ഇൻഫൻറ്റ്. So increased intracranial pressure in the infant results in bulging of the anterior fontanelles in the infant. So it results like, it seems like false impression of tumor. കാരണം എന്താ, ട്യൂമർ സെറിബ്രി എന്ന് പറയുമ്പോൾ എന്താ, ഇൻട്രാക്രനിയൽ പ്രഷർ, ഇൻഫൻറ്റിൻ്റെ ഇൻട്രാക്രനിയൽ പ്രഷർ ഇത് കൂട്ടും. ടെട്രാസൈക്ലിൻസ് ഒക്കെ ഇൻട്രാക്രനിയൽ പ്രഷർ കൂട്ടും. ആസ് എ റിസൾട്ട് എന്ത് പറ്റും, ആൻറ്റീരിയർ ഫോണ്ടനയിൽ ഒരു ബൾജിങ് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഫോൾസ് ഇംപ്രഷൻ ഓഫ് ട്യൂമർ. ദെൻ anabolic effect. Anti-anabolic effect എന്ന് പറയുമ്പോൾ എന്താ, increased urinary excretion of the nitrogen by anti-anabolic effect. Okay, anti-anabolic effect thus increase urination excretion of the nitrogen, that is why. Then long term use എന്ത് പറ്റും, it causes leukocytosis, atypical lymphocytes and thrombocytopenic purpura. അപ്പോൾ long term use it causes leukocytosis, atypical lymphocytosis and thrombocytopenic purpura. Then they are nephrogenic. Nephrogenic diabetic insipidus ഉണ്ടാക്കും. Why they are causing nephrogenic diabetic insipidus? Because they will inhibit ADH in the kidney. ഈ ADH ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് റോള് കിഡ്നിയിലുണ്ട്. ബിക്കോസ് ദേ ഹെൽപ്സ് ഇൻ സോൾട്ട് ആൻഡ് വാട്ടർ റിട്ടൻഷൻ. ഈ ADH ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ റിസൾട്ടിങ് ഇൻ ഡയബറ്റിക് ഇൻസിപ്പിഡസ്.